റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിലിന് സംരക്ഷണ കവചമൊരുക്കി മുതിർന്ന നേതാവ് കെ സുധാകരൻ രംഗത്ത്. രാഹുൽ നിരപരാധി, കോൺഗ്രസിലേക്ക് സജീവമായി വരണമെന്നും സുധാകരൻ. വിഷയങ്ങളെപ്പറ്റി അന്വേഷിച്ചെന്നും കോൺഗ്രസ് രാഹുലിനെ അവിശ്വസിക്കുന്നില്ലെന്നും സുധാകരൻ പറയുന്നു. കേൾക്കാം. അപമാനിക്കാൻ വേണ്ടി CPM BJP-ക്കാർ നടത്തുന്ന ഒരു ശ്രമമാണ് അതിൻ്റെ പിറകിൽ. ഒരു സത്യാവസ്ഥയും അതിൻ്റെ അകത്തില്ല. അതിനകത്തൊക്കെ തീർത്തും നിരപരാധിയാണ്. ഞാനതൊക്കെ അന്വേഷിച്ചു. ഞാൻ അന്വേഷിച്ചത് രണ്ട് ചീത്ത പറയാൻ വേണ്ടിയാണ്. പക്ഷേ അതെല്ലാം മറുപടിയെല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഐ വാസ് റോങ് എന്ന് തോന്നി. ഞാൻ അവനെ വിളിച്ചു, ഇന്നലെ സംസാരിച്ചു. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് അവനെക്കുറിച്ച് തർക്കങ്ങളില്ല. അവൻ്റെ പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അവനെ അവിശ്വസിക്കുന്നില്ല. ആര് പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല. പിന്നെന്താ സജീവമാക്കണം, സജീവമായി രംഗത്ത് വരണം. കഴിവും പ്രാപ്തിയുള്ളൊരു നേതാവാണ്. ജനമനസ്സിൽ സ്ഥാനമുള്ളവനാണ്. ആളുകൾക്ക് ഒരുപാട് വിചാരങ്ങളും വികാരങ്ങളും പകർത്തി കൊടുക്കാൻ സാധിക്കുന്ന പ്രാസംഗികത്തെ കരുത്തുള്ളവനാണ്. അവനെ വേണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആവശ്യം. എനിക്കതറിയില്ല, ഞാനത് കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. പക്ഷെ അവൻ പറയുന്നുണ്ടല്ലോ, അവൻ തന്നെ എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ. നിൽക്കുന്നേ ഏത് അവരെ നിലനിർത്തി പാർട്ടിയിൽ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മറ്റവർക്ക് എല്ലാവർക്കും ഓരോരോ അഭിപ്രായം ഉണ്ടാവാം. എൻ്റെ അഭിപ്രായം പാർട്ടിയോടൊപ്പം കൂട്ടി നിർത്തി തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതൊന്നും ഞാൻ അദ്ദേഹത്തിൻ്റെ വേദിയൊക്കെ ഞാൻ പങ്കിടും. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത്, കെ സുധാകരൻ പറയുന്നത് KPCC സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിലിനെ താൻ അവിശ്വസിക്കുന്നില്ല, കോൺഗ്രസ് അവിശ്വസിക്കുന്നില്ല എന്നാണ്. മുൻ KPCC അധ്യക്ഷനാണ്. KPCC അവിശ്വസിച്ചതുകൊണ്ടാണല്ലോ സസ്പെൻഷനിലേക്ക് മാറ്റിയത്. പാർട്ടിയെ വെട്ടിലാക്കിയോ കെ സുധാകരൻ വീണ്ടും? സംശയമില്ല അരുൺകുമാർ, രാഹുൽ മാങ്കൂട്ടത്തിന് പരിപൂർണ പിന്തുണ നൽകുകയാണ് കെ സുധാകരൻ MP. പുതിയ ഓഡിയോ ക്ലിപ്പ് ഉൾപ്പെടെ പുറത്തു വന്ന സാഹചര്യത്തിലും രാഹുൽ നിരപരാധിയാണെന്നാണ് താൻ വിശ്വസിക്കുന്നത് എന്ന് കെ സുധാകരൻ പറയുന്നതിലാണ് ആശ്ചര്യം അരുൺകുമാർ. അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ഇങ്ങനെയാണ്: രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് താൻ വിശ്വസിക്കുന്നില്ല. താൻ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, രാഹുലുമായി സംസാരിച്ചു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ രാഹുൽ ആ രീതിയിലുള്ള ഒരു തെറ്റ് ചെയ്തു എന്ന് തനിക്ക് കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസും രാഹുലിനെ അവിശ്വസിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ കെ സുധാകരൻ MP പറയാൻ ശ്രമിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് താൻ പഠിച്ചു എന്നും കെ സുധാകരൻ പറയുന്നുണ്ട്. എന്നിട്ടും തനിക്ക് അതിലൊരു തെറ്റുള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ശബ്ദരേഖയെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് താൻ ആ ശബ്ദരേഖ കണ്ടിട്ടില്ല. പക്ഷേ രാഹുൽ പറയുന്നുണ്ടല്ലോ, രാഹുൽ വെല്ലുവിളിക്കുന്നുണ്ടല്ലോ, ഏത് തരത്തിലുള്ള അന്വേഷണം വന്നാലും താൻ നേരിടാൻ തയ്യാറാണ്, താൻ ആ രീതിയിൽ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് രാഹുൽ തന്നെ പറയുന്നുണ്ടല്ലോ. പിന്നെ എന്താണ് രാഹുലിനെ അവിശ്വസിക്കേണ്ട കാര്യമെന്നാണ് ഇപ്പോൾ കെ സുധാകരൻ MP ചോദിക്കുന്നത്. കൂടാതെ കോൺഗ്രസിന്റെ പരിപാടികളിലെല്ലാം രാഹുൽ മാങ്കൂട്ടം സജീവമായി വരണമെന്നുള്ള കാര്യം കൂടി ഏതായാലും കെ സുധാകരൻ MP പറയുന്നുണ്ട്. നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഓഡിയോ സന്ദേശങ്ങളൊക്കെ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ നിരന്തരമായ സമ്മർദ്ദത്തിനൊടുവിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പോൾ പാർട്ടിയുടെ പ്രചാരണ പരിപാടികളിലൊക്കെ രാഹുൽ മാങ്കൂട്ടം സജീവമാകാൻ ശ്രമിക്കുകയാണ്. അതിനിടയിലാണ് ഈ പുതിയ ഓഡിയോ ക്ലിപ്പ് പുറത്തു വരുന്നത്. വലിയ തലവേദന പാർട്ടിയെ സംബന്ധിച്ചുണ്ട്. ഇക്കാര്യത്തിൽ പാർട്ടിക്കകത്ത് തന്നെ വിഭിന്ന അഭിപ്രായങ്ങളുണ്ട്. രാഹുൽ ഈ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടും വലിയ അതൃപ്തി ഒരു വിഭാഗം നേതാക്കൾ. ആ ഘട്ടത്തിലാണ് കെ സുധാകരൻ പെൺകുട്ടിയെ കൂടുതൽ പ്രകോപിപ്പിക്കാനല്ലേ കെ സുധാകരന്റെ ഈ വാക്കുകൾ ഉപകരിക്കൂ? സംശയമില്ല അരുൺകുമാർ, അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ആ ഓഡിയോ സന്ദേശം നമ്മൾ എല്ലാവരും കേട്ടതാണ്, മലയാളികൾ ഒന്നാകെ കേട്ടതാണ്. ഏത് രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയോട് പെരുമാറിയത് എന്ന് ആ ഓഡിയോ സന്ദേശത്തിൽ ഒപ്പം തന്നെ ആ സ്ക്രീൻഷോട്ടിലെല്ലാം വ്യക്തമാണ്. അത് മുൻപിലുണ്ടായിട്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്ത് നിന്ന് വന്നത് എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഒരു പ്രശ്നവും രാഹുൽ മാങ്കൂട്ടത്തിനില്ല, അദ്ദേഹം ചെയ്തിട്ടില്ല എന്നാണ് കോൺഗ്രസിന്റെ MP വാദിക്കാൻ ശ്രമിക്കുന്നത്.
രാഹുൽ ഈ പരിപാടികളിലൊക്കെ സജീവമായി വരണമെന്നൊരാവശ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ അഭിപ്രായം തന്നെയാണോ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കൾക്കും ഉള്ളത് എന്നുള്ള ചോദ്യം തന്നെയാണ് പ്രസക്തം. കാരണം വലിയ വ്യത്യസ്ത അഭിപ്രായം, വലിയ അതൃപ്തിയൊക്കെ പല നേതാക്കളും പറഞ്ഞതാണ്, പ്രകടിപ്പിച്ചതാണ്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം, ഒരു പരസ്യ പ്രതികരണം ഇപ്പോൾ കെ സുധാകരൻ എന്ന എംപിയുടെ ഭാഗത്ത് നിന്ന്, മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്നത്. അരുൺകുമാർ, താങ്ക് യു. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.